പ്രിയമുള്ളവരെ, വചനജ്വാല 1122 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. യൂറോപ്പ് തീർത്ഥാടനം 11ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് പാരീസിൽ നിന്ന് 10 മണിക്കൂർ യാത്ര ചെയ്ത് ലൂർദിലേക്ക് പ്രവേശിക്കുന്നു. ലൂർദിലെ തിരുപ്രദർശനത്തിൽ പങ്കുചേർന്ന് പള്ളിയിൽ പോയി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനവായനയിൽ 2 മക്കബായരുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അന്തിയോക്കസിന്റെ അവസാനം. അക്കാലത്ത് അന്തിയോക്കസ് പേർഷ്യ ദേശത്തു നിന്ന് തോറ്റ് പിൻവാങ്ങി പെർസപ്പോളീസ് നഗരത്തിൽ പ്രവേശിച്ച് ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു. എന്നാൽ നഗരവാസികൾ ആയുധവുമായി പാഞ്ഞെത്തി അവനെയും അനുയായികളെയും തോൽപ്പിച്ചു. അന്തിയോക്കസ് ലജ്ജിതനായി തിരിച്ചോടി. നിക്കോനോറിനോടും തിബിയോത്യോസിന്റെ സൈന്യത്തിനും സംഭവിച്ചത് എക്ബത്താനെത്തിയപ്പോൾ അവൻ അറിഞ്ഞു. കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കൽപ്പന നൽകി. ദൈവത്തിന്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു. എന്തെന്നാൽ ജെറൂസലേമിൽ എത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കും എന്ന് അവൻ ഗർവോടെ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദൃശ്യവുമായവ ഉദരവേദന അവനെ പിടികൂടി. വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്തിയോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ്. എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല. കൂടുതൽ ഗർവിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു. തൽഫലമായി അവന് സർവാംഗം വേദനയുണ്ടായി. അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്തുമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച് അവൻ നിലംപതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി. ആ അധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ കൊണ്ട് നിറഞ്ഞു. കഠിന വേദന കൊണ്ട് പുളയുന്ന അവന്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകിത്തുടങ്ങി. ദുർഗന്ധത്താൽ അവൻ അറപ്പോടെ സൈന്യം അവനിൽ നിന്ന് അകന്നു. നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച അവനെ ദുസ്സഹമായ ദുർഗന്ധം നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. ഉള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ കോസ്മോസിനെയും ദയാമിനോസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അറേബ്യയിൽ ജനിച്ച് സിറിയയിൽ വിദ്യാഭ്യാസം ചെയ്ത ഭിഷഗ്വര സഹോദരങ്ങളാണ് ഇരുവരും. പ്രതിഫലം കൂടാതെ ചികിത്സിച്ചിരുന്ന ഇരുവർക്കും നല്ല കൈപുണ്യമുണ്ടായിരുന്നു. ഡയോക്ലീഷ്യന്റെ കാലത്ത് പരസ്പരം സ്നേഹിക്കുന്നവർ ക്രിസ്ത്യാനികളാണെന്ന് ധാരണയുള്ളതുകൊണ്ട് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. പലവിധ മർദ്ദനങ്ങൾക്കു ശേഷം ശിരച്ഛേദം ചെയ്യുകയാണ് ഉണ്ടായത്. ഇവരുടെ ബഹുമാനാർത്ഥം ഒരു പള്ളി പണിയുകയും അവരുടെ പൂജാവശിഷ്ടങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ലത്തീൻ കുർബാനയുടെ കാനനിൽ ഇരുവരെയും അനുസ്മരിക്കുകയും ചെയ്യുന്നു. നമുക്കും വിശുദ്ധ കോസ്മോസിനെയും വിശുദ്ധ
ദയാമിനേസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.